ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ സൂചന നൽകിയ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി അച്ഛനില്ലാതെ എത്ര കാലം കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ സംശയമുണ്ടെന്ന് മെസ്സി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. മെസ്സിയുടെ വൈകാരിക കുറിപ്പിന് കമന്റുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയും എത്തി. അച്ഛൻ ഹോർഗെ മെസ്സിയുടെ വേർപാട് തന്നെ എത്രമാത്രം തളർത്തിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലിയോണൽ മെസ്സി. ഹോർഗയുടെ വിയോഗത്തിന് 5 ദിവസത്തിന് ശേഷമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ മെസ്സി ഹൃദയം തുറന്നത്. അച്ഛനില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയില്ലെന്നും അധികകാലം ഫുട്ബോൾ തുടരാനാകുമോ എന്ന് സംശയമുണ്ടെന്നും മെസ്സി കുറിച്ചു. ബാല്യകാലം മുതൽ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ഹോർഗെ മെസ്സി. പരിശീലനത്തിന് കൊണ്ടുപോയതും മത്സരങ്ങൾ കാണാൻ ഒപ്പം നിന്നതും കരിയറിലെ നിർണായക തീരുമാനങ്ങളിൽ വഴികാട്ടിയായതും അച്ഛൻ തന്നെ. ഏജന്റായും മെസ്സിയുടെ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചു. ഇക്കഴിഞ്ഞ ലോകകപ്പിലും അച്ഛന്റെ സാന്നിധ്യം മെസ്സി ഏറെ ആഗ്രഹിച്ചിരുന്നു. മത്സരത്തിന് മുൻപ് ആരോഗ്യനില മോശമായിരുന്നെങ്കിലും ഫൈനൽ കാണാൻ അച്ഛൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മെസ്സി കുറിപ്പിൽ പറയുന്നു. അർജന്റീന ഫൈനലിൽ എത്തിയെങ്കിലും കലാശപ്പോരിൽ സ്പെയിനിനോട് വീണു. അച്ഛനു വേണ്ടി ലോകകപ്പ് ട്രോഫി വീട്ടിലെത്തിക്കണമെന്ന ആഗ്രഹം സാധിക്കാതെ പോയതിന്റെ വേദനയും മെസ്സി പങ്കുവച്ചു. ഈ ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 8 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റുമാണ് മെസ്സി നേടിയത്. എന്നാൽ ലോകകപ്പിന് ശേഷം ഫുട്ബോളിനേക്കാൾ വലുതായി മെസ്സിയുടെ ജീവിതത്തിൽ മാറിയത് അച്ഛന്റെ അഭാവം തന്നെ. അച്ഛനില്ലാതെ ഇനി എന്തു ചെയ്യുമെന്ന് തനിക്കറിയില്ല. അധികകാലം ഫുട്ബോൾ തുടരാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ് എന്ന മെസ്സിയുടെ വാക്കുകളാണ് വിരമിക്കൽ സൂചനയായി വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിക്ക് ആശ്വാസവുമായി എത്തി. മെസ്സിയുടെ കുറിപ്പിന് താഴെ ഈ ബുദ്ധിമുട്ടേറിയ സമയം മറികടക്കാൻ കഴിയട്ടെ എന്ന് റോണോ കുറിച്ചു. കളത്തിലെ 2 ഇതിഹാസങ്ങളിൽ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം പ്രതിസന്ധിയുടെ നിമിഷത്തിൽ പരസ്പരം ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെയാണ് റൊണാൾഡോയുടെ വാക്കുകളിൽ ഫുട്ബോൾ ലോകം കണ്ടത്. അച്ഛന്റെ ഓർമ്മകൾക്കൊപ്പം മെസ്സിയുടെ ഫുട്ബോൾ യാത്ര ഇനി എത്ര കാലം തുടരുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.